Olsenscock, Innocent. Director also writer സതീഷ് തൻവി. ഇദ്ദേഹം ഒരു സ്മോൾ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ മഹാനടൻ കൈലാഷ് സബരീഷ് പറഞ്ഞിങ്ങനെ സ്മോൾ അടിച്ച് കളിച്ച സമയത്ത് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിച്ച ആളാണ് ഈ ഡയറക്ടർ സതീഷ് തൻവി. ഈ മഹത്തായ സിനിമയുടെ പ്രൊഡ്യൂസർ എം ശ്രീരാജ് AKD. അദ്ദേഹം ഇതിൽ മുഖ്യ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര അഭിനയ വില്ലൻ. നമ്മുടെ മമ്മൂക്കയുടെ സ്വന്തം ഡിക്സൺ പുടുത്താസ്. അദ്ദേഹം ഇതിൽ VD സതീശൻ റോൾ മറ്റേ പ്രതിപക്ഷ നേതാവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നസമുദ്ദീൻ, ഷിഹാബ് കരുനാഗപ്പള്ളി, സർജി വിജയൻ, സതീഷ് തൻവി, ഇങ്ങനെ കുറേ മഹാന്മാർ ചേർന്നിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട പറഞ്ഞാൽ അസഹനീയ അരോചക ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ. ഡയറക്ഷനെ കുറിച്ചും ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇത്രയും വൃത്തികെട്ട ഡയലോഗ്സ്. അയ്യോ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? മോശം വളരെ മോശം. ഇങ്ങനെ ചെയ്തു വെച്ച ഒരു അപരാധം ഈ വാണപരിപാടി മോണിറ്റർ ചെയ്യാൻ വേണ്ടി രതീഷ് കാരക്കടവ് എന്ന് പറയുന്ന വേറെ ഏത് ചങ്ങായും വേറെ ആരൊക്കെയുണ്ട്? താരയ്ക്കതിൽ വർക്ക് ചെയ്തേക്കുന്ന എന്ത് തേങ്ങയാണത്? വൃത്തിയുടെ മഹാവൃത്തി, ടോർച്ചറിങ്, അൾട്ടിമേറ്റ് ടോർച്ചർ. ഇത് മലങ്കൾട്ടാണെങ്കിൽ ഐ ഡോണ്ട് കെയർ. മലങ്കൾട്ടാണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് കാണാമല്ലോ. എന്തൊരു ടോർച്ചറിങ്, എന്തൊക്കെയാണ് ഇതിൽ എഴുതി വെച്ച്, എന്തൊക്കെയാണ് കാണിച്ച് വെച്ചേക്കുന്നത്. ആക്ടേഴ്സിൻ്റെ കാര്യമൊക്കെ പറയാം. അയ്യോ. DOP ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി നിഖിലസ് പ്രവീൺ ഈസ് ആൻ അവാർഡ് വിന്നിങ് സിനിമാറ്റോഗ്രാഫർ. ഭയങ്കര കിള്ളം വർക്സൊക്കെ എടുത്തുള്ള ആളാണ്. പക്ഷേ ഈ പണം കണ്ടു കഴിഞ്ഞാൽ മേ ബി ഇങ്ങനെ പടമായതുകൊണ്ടായിരിക്കാം ഇത്രയും ലോ ലെവൽ സാധനം, അതായത് ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ലെവലിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇതുപോലൊരു മലയാള പടത്തിൻ്റെ ഏറ്റവും വീക്ക് ആൻഡ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ. ഇഷ്ടം പോലെ പാട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ വൈക്കം വിജയലക്ഷ്മി പാടുന്നു, നടുപ്പേജ് കീറി ഡാപ്സി, എന്തൊക്കെയാണിത്, സിതാര. അയ്യോ, ഇതിൻ്റെ ജെയ്സ്റ്റെല്ലർ. നിങ്ങൾക്ക് വല്ല തകരാറുണ്ടോ? നിങ്ങൾ വല്ല DJയിലും മറ്റേ ഇത് വർക്ക് ചെയ്യുന്ന ആളാണോ? ഒരു സീൻസും സ്കോറും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തൊക്കെയോ കൊഞ്ച. പിന്നെ കുറേ കഥകളിയുടെ പിന്നെ പാട്ടുകൾ, പരിപാടികളൊക്കെ എന്തൊക്കെയോ ഒരു ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, ഇത്രയും അനോയിങ് ആയിട്ടുള്ള, ഇത്രയും ഒരു പ്രാന്തടിപ്പിക്കുന്ന ഒരു സ്കോറിങ് അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. അയ്യോ, എന്താണ് നിങ്ങളുടെ പരിപാടി? ഭയങ്കര മോശം, വളരെ മോശം. അത് അസഹനീയ പരിപാടി. വൃത്തികെട്ട സ്കോറിങ്. പാട്ടുകളെ കുറിച്ച് പറയുന്നൊന്നുമില്ല. വിനായക് ശശികുമാറൊക്കെ എഴുതിയിട്ടുണ്ട്. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പിന്നെ ലിറിസിസ്റ്റാണ്. പക്ഷെ ഇതിൽ എന്തൊക്കെയോ പാട്ടുകൾ എഴുതി, വേറെ ആരൊക്കെയോ എഴുതിയിട്ടുണ്ട്, ഡാപ്സിയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയോ തണുപ്പേജ് കയറിയോ. അത് ആ സീനൊക്കെ കാണണം. കക്കൂസ് പോയിട്ട് വളിവിട്ട് സമയത്താണ് നടുപ്പേജ് കീറി. അയ്യോ, വളിപ്പാട്ട്. കോസ്റ്റ്യൂംസിൻ്റെ കാര്യം പറയാതെ ദിന മരിയൻ ജോസഫ് എന്ന് പറയുന്ന ആളാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജോമോൻ ജോദറിന് അറിയാലോ, ഈ ചബ്ബി കൈ തടിയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഹുഡിയാണ് ഇടുന്നതിൽ മൊത്തം. 25 സീനുണ്ടെങ്കിൽ 28 ഹുഡിയുണ്ട്. ഈ ജോമോൻ ജോദറിന് ഹുഡി വാങ്ങിയ പൈസൻ്റെ വേറൊരു സിനിമ നിർമ്മിക്കുക, ഇതുപോലത്തെ ഒരു വാണപ്പടം. ഫുൾ ടൈം ജോമോൻ ജോദറിന് ഇത്ര ആരടാ നീയൊക്കെ ജോമോൻ ജോദിർ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ മറ്റേ കൊറ്റംകുളങ്ങര അറിയാലോ, പുരുഷന്മാർ സ്ത്രീകളായിട്ട് വേഷം കെട്ടി വരുന്ന അത് അൽത്താഫിനെ ഒക്കെ കാണാൻ കൊള്ളായിരുന്നു സ്ത്രീയായിട്ട്. പിന്നെ പുള്ളിയുടെ ശബ്ദം അങ്ങനെ തന്നെ. പുള്ളിയാണ് സായിസോട്ടറി വാണിയങ്ങ് പറയുന്നത്. അവിടെ ജോമോൻ ജ്യോതിറും മറ്റേ നമ്മുടെ അസീസും അങ്ങനെ കുറേ പേര് തുടക്കത്തിൽ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ആദിനാട് ശശി, പയ്യന്നൂർ ഭാനുമതി, ഇവരെ ഫാമിലി, ഇവർ അൽത്താഫിൻ്റെ അസീസിൻ്റെ ഒക്കെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എന്തൊക്കെയോ കയ്യിൽ നിന്നിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, എന്തൊക്കെയോ വായിന്ന് തെറിപ്പിക്കുന്നു, എന്തൊക്കെയോ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ പയ്യന്നൂർ ഭാനുമതി വന്ന് ഞെട്ടുന്ന്. അയ്യോ, എന്തൊരു അഭിനയം, എന്തൊരു സീൻസ്. അസീസ് ഭയങ്കര മമ്മൂട്ടി ഫാനാണല്ലോ. അതുകൊണ്ട് അസീസ് വടക്കൻ വീരഗാഥയിലെ റീൽസൊക്കെ ചെയ്യുന്നു. ഇരുമ്പേട് വെച്ച് പുലയേട് വെച്ച് പറഞ്ഞാൽ അസീസ് എന്തൊക്കെയോ കാണിക്കുക. പിന്നെ RJ അഞ്ജലി കണ്ട്, RJ അഞ്ജലി എന്തൊക്കെയോ കരഞ്ഞ് കാണിക്കുന്നു, അഭിനയിച്ച് കാണിക്കുന്നു. അയ്യോ. വിനോദ് ഗിന്നസ്, RJ മിഥുൻ. RJ മിഥുൻ. ഇതിൽ കുറേ RJമാരുണ്ട്. ഉപ്പും മുളകുണ്ട്, മരമായുണ്ട്, പിന്നെ ഒരു ലോഡ് മാധ്യമ പ്രവർത്തകരുണ്ട്. കാരണം ഇതിൻ്റെ ഡയറക്ടർ കുറേ ഇതിൽ വർക്ക് ചെയ്താണല്ലോ.
മറ്റേ ഒബിവാനൊക്കെ ആയിട്ട് ഒരു ലോഡ് ചവറ് പോലെ ഇത്രയും മാധ്യമപ്രവർത്തനം ഇതിലിങ്ങനെ സഹകരിച്ച് ലാസ്റ്റ് ആഷ്മിയുടെ കഥാപ്രസംഗമൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും അതിന് മൊട്ട എന്നൊക്കെ വിളിക്കുക, മൊട്ട അരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ടി വിയിൽ എന്തെന്താ എഴുതി വെച്ചേക്കുന്നേ. അയ്യോ പിന്നെ കോഴിക്കോടുള്ള ചങ്ങായിട്ടിൽ എന്താ അശ്വിനാ, അയ്യോ ഇതുപോലത്തെ ഭൂലോക വെറുപ്പി. ഇത് സ്ക്രീനിൽ ഈ ചങ്ങായിനെ കണ്ടു കഴിഞ്ഞാൽ സ്ക്രീന് വലിച്ചു കയറാൻ തോന്നും, അത്രയും വെറുപ്പി. ഇതിൽ എന്തൊക്കെയോ ഡയലോഗ് പറയുന്നു. അശ്വിൻ വിജയൻ വൃത്തികെട്ട ഒരു ക്യാരക്ടറും അത്രയും വൃത്തിയോടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലക്ഷ്മി എന്തൊക്കെയോ ഭയങ്കര അഭിനയമാണ്. അന്നാപ്രസാദ് നർത്തകി, അയ്യോ ഭയങ്കര ക്യൂട്ടായിട്ട് പാട്ടൊക്കെ ഉണ്ട്. അൽത്താഫായിട്ടുള്ള കോമ്പിനേഷനൊക്കെ, പാട്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ആസാനിയം. ഈ സിനിമയിൽ അൽത്താഫിന് KSRTC തൂറാൻ പൊട്ടുന്ന സീനൊക്കെ ഉണ്ട്. എൻ്റെ അപ്പോൾ ഇത്രയും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സീൻ ലൈഫിൽ ഞാൻ സിനിമയെ കണ്ടില്ല. അയ്യോ എന്താ ഒരു KSRTC ബസ്സിൽ ഒരു ലോഡ് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റേ ഇതിലൊക്കെ ഉപ്പും മുളകും മറ്റേ മറിമായത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്ത. ഇത് ഏത് യൂണിവേഴ്സ് ഇങ്ങനെയൊക്കെ ഏത് KSRTC ബസ്സാണ് കേരളത്തിലുള്ളത്? പിന്നെ എന്ത് ആൻറ്റി ഗവൺമെൻറ് സാധനം, എന്ത് വൃത്തികേടാണ് ഈ സിനിമയിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. കേരളത്തിലെ KSRTC മോശം, കേരളത്തിലെ ഭരണം മോശം, ഇവിടുത്തെ കംഫർട്ട് സ്റ്റേഷൻസ് മോശം, ഇവിടുത്തെ എല്ലാ സിസ്റ്റം മോശം, ഇവിടുത്തെ മറ്റേ ഭരണാധികാരികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റേ ബ്യൂറോക്രാറ്റ്സ് മോശം, ആരും ഒരു നടപടി എടുക്കുന്നില്ല, ഇവിടുത്തെ പോലീസ് മോശം, ഇവിടുത്തെ സോഷ്യൽ മീഡിയനെ താങ്ങിയിട്ടാണ് പോലീസ് നിൽക്കുന്നത്. ഇങ്ങനത്തെ ഇതൊക്കെ പ്രൊപ്പഗാൻഡ ഫിലിമാണ്, പക്കാ പ്രൊപ്പഗാൻഡ ഫിലിം. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് മോശം, സിസ്റ്റം മോശം, ബ്യൂറോക്രാറ്റ്സ് മോശം, ഇവിടുത്തെ സിവിലിയൻസ് മോശം, സൊസൈറ്റി മോശം, വെറുതെ അടിച്ചു വിടുക. ഇവിടെ ആർക്കടാ തൂറാൻ മുട്ടിയിട്ട് തൂറാൻ പറ്റായിരുന്നത് കേരളത്തിൽ? എന്തൊക്കെ ഇതൊക്കെ എഴുതി വെക്കുന്നത്? ഇതൊക്കെ എന്ത് സിനിമയാണ്? എത്ര കാലം മാറി, ഇവിടെ എന്തൊക്കെ മാറി? ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തൊക്കെ മാറി? പഴയ കാലമാണോ? പഴയ സർക്കാർ സ്കൂളാണോ ഇപ്പോൾ ഉള്ളത്? പഴയ കംഫർട്ട് സ്റ്റേഷൻസ് ആണോ? പഴയ ബസ് സ്റ്റാൻഡ്സ് ആണോ ഇവിടെ ഉള്ളത്? പഴയ KSRTC ആണോ ഇപ്പോൾ ഇവിടെ ഉള്ളത്? ആരെ ബോധിപ്പിക്കുക? എന്തൊക്കെ വെറുതെ സിസ്റ്റത്തിനെതിരെ പറയാനല്ലാണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ എഴുതി വെക്കുന്ന പോലത്തെ പ്രൊപ്പഗാൻഡ ഊളപ്പടങ്ങൾ. ഓക്കെ, അങ്ങനെ പ്രൊപ്പഗാൻഡ ഫിലിമായി കഴിഞ്ഞാൽ പോലും കണ്ടിരിക്കാൻ പറ്റണ്ടേ? അയ്യോ അവരത് അൽത്താഫിനും മറ്റേ അനാർക്കലി മരക്കാർ വെറുപ്പാണ്. അനാർക്കലി മരക്കാർ ഇതിനകത്തുണ്ട്. അനാർക്കലി ഇതിലെന്താ ഫുഡ് ഇൻസ്പെക്ടർ, മറ്റേ ഹെൽത്ത് ഇത് പരിശോധിക്കുന്ന ആളെ എന്തൊക്കെയോ എഴുതി വെച്ച് ഇതിലൊക്കെ ഇതൊന്നും സ്ക്രിപ്റ്റൊന്നും ഇവർ വായിക്കാറില്ല. ഇവർക്ക് ഒരു ബോധമില്ലേ? ഇങ്ങനെയൊക്കെ അവരാതെ പ്രൊപ്പഗാൻഡ എഴുതി വെക്കും. ഇതിൽ കാര്യങ്ങൾ അഭിനയിച്ചിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുക. നാണക്കേട്. വിനീത് തട്ടിലുണ്ട്, ഈസ് ഓൾവേസ് ഗുഡ്. അതേ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടാണ്. പിന്നെ സുജിത് ഭക്തനുണ്ട്, മറ്റേ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, മറിച്ചുണ്ട്. സുജിത് ഭക്തനെ കണ്ട് ചീരി നിർത്താൻ പറ്റില്ല. അതായത് നമ്മൾ പ്രച്ഛന്ന വേഷം ഉണ്ടാവില്ലേ, 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടീനെ മീശയൊക്കെ വെച്ചിട്ട് വലിയ ആളെ പോലെ കാണിക്കൂലേ? അയ്യോ എൻ്റെ പൊന്നോ, സുജിത് ഭക്തൻ എന്തോ ആരോഗ്യമന്ത്രി, മന്ത്രിയായിട്ട് ഇങ്ങനെ എന്ത് മന്ത്രി? 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന മീശയില്ലാത്ത ചെക്കൻ്റെ മുകളിൽ മീശ ഒട്ടിച്ച് വെച്ച് ഇങ്ങനെ കതറിട്ട് നിർത്തി എങ്ങനെ ഉണ്ടോ? പ്രച്ഛന്ന വേഷം നിങ്ങൾ കണ്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ? കറക്റ്റ് എൻ്റെ സുജിത് ഭക്തനെ. അതുപോലെ മറ്റേ അജിൻ കലാഭവൻ ഇൻ്റർവ്യൂവർ, പുള്ളിൻ്റെ സുഹൃത്തൊക്കെയാണ്. പക്ഷേ അജിനെ എന്തൊക്കെയാണ് പറയുന്നത്, ഹൈഡ്രോളിയെ കൂടെ ഇതിൽ കാണിക്കണ്ടായിരുന്നു. ശുഭയാണ്, വിജി തമ്പി, സോഹൻ സിൽവാൽ, പൂജപ്പ രാധാകൃഷ്ണൻ, ഉണ്ണിലാൽ, ഇതുപോലെ ആർക്കും വേണ്ടാത്ത കുറേ ആൾക്കാർ. ഇവരൊക്കെ എവിടെ നിന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന്. അയ്യോ പിന്നെ ഇതിൽ ഒരു ബംഗാളിയൊക്കെ ഉണ്ട്. പുള്ളിയും ലാസ്റ്റ് നരസിംഹത്തിലെ മമ്മൂക്കയുടെ ഡയലോഗ് അങ്ങനെ ഒറ്റ സ്ട്രെച്ച് പറയാം, ഷോൾ ഐ റിമൈൻഡ് യു സംതിങ് എന്ന് പറഞ്ഞിട്ട്. അയ്യോ എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ ഇത്രയും വൈൽഡായിട്ട് ഇത്രയും ക്രേസി ആയിട്ട് ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? അമ്മയെ വല്ല തകരാറുണ്ട് അവർക്കൊക്കെ. പ്രൊഡ്യൂസർ ആരുടെ ഞാൻ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് കൊളാബൊക്കെ ചെയ്തിട്ടുണ്ടാവുകൊണ്ട് ഇതൊക്കെ ജ്വല്ലറി പരസ്യം, ഏവിയേഷൻ പരസ്യം, പിന്നെ പ്രൊഡ്യൂസറെ തന്നെ ലാസ്റ്റ് ആമഴം ചെയ്യാൻ തോടിൽ കൊണ്ടിടും. അങ്ങനെ ഒരു സിനിമ. ഈ സിനിമയിൽ 2 കിളികളുണ്ട്. ഒന്ന് അനാർക്കിളി, പിന്നെ മറ്റേ കിളിപ്പോൾ, ടാൻസാനിയിൽ നിന്ന് വന്ന് റീൽസൊക്കെ ചെയ്ത് പ്രശസ്തനായ പുള്ളി. ഭയങ്കര പ്രശസ്തനാണല്ലോ, ഭയങ്കര പ്രശസ്തനാണ്. അപ്പോൾ എയർപോർട്ടിൽ പുള്ളിയെ മറ്റേ എന്തോ പുതപ്പിൽ മൂടിയിട്ടേ കൊണ്ടുവന്നൊക്കെ പറഞ്ഞേക്കുന്നത് ഇൻ്റർവ്യൂവിലൊക്കെ. ഇവിടെ സമൻസ് കളിക്കാൻ വരുന്ന സുഡാനികളെ മറ്റേ ആൾക്കാരെ അങ്ങനെ. എന്നിട്ട് ഇപ്പോൾ ഇയാളെ പുതപ്പിൽ മൂടി കൊണ്ടുവന്നിട്ട് മൂടിയ പുതപ്പിൻ്റെ പൈസ, ഇതിൽ ജോമോന് ഹുഡി വാങ്ങിയ പൈസ, എന്തൊക്കെയാണ് ഇയാൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത പൈസ, ആകെ എത്രയാണ്? 1.5 മിനിറ്റ് കണ്ടേ ഉള്ളൂ. ക്ലിപ്പോൾ, അത് സ്ലോ മോഷനിൽ എന്തോ ഇങ്ങനെ, ഇതാണ് കിളിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. പോളിനെ കാണാൻ വേണ്ടി പോയിട്ട് ലാസ്റ്റ് സിനിമ പേരൊക്കെ ഇന്നസെൻ്റ് എന്നൊക്കെ എഴുതി കാണിച്ച് ആൾക്കാരൊക്കെ എണീറ്റ് പോയി. അപ്പോൾ ഇത് മാർവലിൻ്റെ സിനിമയൊന്നും അല്ലല്ലോ, എൻ ക്രെഡിറ്റും പോസ്റ്റ് ക്രെഡിറ്റെല്ലാം നോക്കിയിരിക്കേ, ആൾക്കാർ വീട്ടിൽ പോവില്ലേ? അത്രയും സമയം സഹിച്ചിരിക്കുന്നല്ലേ? എന്നിട്ടാണ് കിളിപ്പോളിനെ കാണിക്കുക. ഇവരെ കോൺഫിഡൻസ് ലെവൽ ആലോചിച്ച് നോക്കണേ.
കിളിപ്പോളിനെ കാണാൻ വേണ്ടി അവസാനം സിനിമയുടെ പേരൊക്കെ എഴുതി കാണിച്ചിട്ട് ഇരിക്കണം നമ്മൾ. അയ്യോ കിളിപ്പോളിനെ കണ്ടേ, ഭയങ്കര തന്നെ.